ഒരു മകൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു. ആദ്യ ശമ്പളം കൊണ്ടുകൊടുക്കാൻ അമ്മയുടെ അടുത്ത് കൊടുക്കാനായി അമ്മയെ കാത്തിരിക്കുമ്പോൾ അമ്മ സ്വന്തം സഹോദരിയുടെ സർജറിയുമായി ബന്ധപ്പെട്ട ഒരു ഓപ്പറേഷൻ്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നു. തൻ്റെ അമ്മയും കൂട്ടിന് പോയ അമ്മയും സഹോദരിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയ സഹോദരിയും കൂടി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ ദിവസങ്ങൾ കഴിഞ്ഞ് നല്ല രീതിയിൽ ന്യൂറോ സർജറി നടത്തി പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തൻ്റെ സഹോദരിയും നവമി എന്ന സഹോദരിയും ബിന്ദു എന്ന അമ്മയും തിരിച്ചു വരുമെന്ന് കരുതിയ നവദീപ് എന്ന ചെറുപ്പക്കാരൻ്റെ കരച്ചിലിന് മുന്നിൽ കേരള സമൂഹത്തിൻ്റെ എല്ലാ തള്ളിമറയ്ക്കലുകളും, എല്ലാ നവകേരളക്കാരും, എല്ലാ ഹരിത കേരളക്കാരും എല്ലാവരും ഒരു നിമിഷം നമിക്കണം. വളരെ പ്രസിദ്ധമായ ഹൃദയ ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അല്ലെങ്കിൽ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് വളരെ വലിയ ആക്ഷേപമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ആക്ഷേപങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ചും ലഭിച്ച വിവരങ്ങൾ വച്ച് നോക്കുമ്പോൾ കോട്ടയം നഗരസഭയിലല്ല, ഭാഗമല്ല മെഡിക്കൽ കോളേജ്. ആർപ്പൂക്കര പഞ്ചായത്തിലും അതിരമ്പുഴ പഞ്ചായത്തിലുമായിട്ടൊക്കെ ഇരിക്കുന്ന കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സമ്പൂർണമായ ഉത്തരവാദിത്വം വീണ ജോർജിൽ ഫിക്സ് ചെയ്യാൻ വരട്ടെ. എല്ലാവരും വീണ ജോർജ് എന്നൊരു വ്യക്തിയെ കിട്ടിയതുകൊണ്ട് വീണ ജോർജിനെ എല്ലാവരും കൂടി കുരുതി കൊടുക്കാൻ നിൽക്കരുത്. അവർ ഒരു പഴയ മാധ്യമ പ്രവർത്തക കൂടി ആയതുകൊണ്ട് അവരെ ക്രൂശിക്കാൻ നിൽക്കുന്നത് വരട്ടെ. അവിടെ ഒരു MLA ഉണ്ടായിരുന്നു, അദ്ദേഹം മുൻ മന്ത്രി കൂടിയാണ്. അല്ല, ഇപ്പോഴത്തെ മന്ത്രി, മുൻ മന്ത്രിയിൽ ഇപ്പോഴത്തെ മന്ത്രി കൂടിയാണ്, വാസവൻ മന്ത്രി. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഗുഡ് ബുക്കിലുള്ള, പിണറായി വിജയനുമായിട്ട് നല്ല ബന്ധമുള്ള മന്ത്രിയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോയി സൂംബ ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്യുന്നത് കണ്ടു. ആ സമയം കൊണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ ബിൽഡിംഗ് ഉൾപ്പെടെയുള്ള ബിൽഡിങ്ങിൻ്റെ എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചയാണ് ചെയ്തിരുന്നുവെങ്കിൽ എത്ര മനോഹരമാകുമായിരുന്നു. ഭരണകൂടത്തിൻ്റെയോ ഭരണവ്യവസ്ഥയുടെയോ സർക്കാരിൻ്റെയോ അനാസ്ഥ കൊണ്ടൊരു ജീവൻ പൊലിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭരണകൂടം കൊന്നു, കൊലപാതകം ചെയ്തു എന്ന് പറയുന്നതും തെറ്റില്ല. അങ്ങനെ കേരളത്തിൻ്റെ ഭരണവ്യവസ്ഥ, അതിപ്പോൾ UDF ആയാലും LDF ആയാലും ഇനി നാളെ BJP ആയാലും ആരായാലും ഒരു ഭരണവ്യവസ്ഥയ്ക്ക് ഒരാളിനെ കൊല്ലാൻ കഴിയുമെങ്കിൽ ബിന്ദുവിൻ്റെ മരണത്തിന് മുന്നിൽ ബിന്ദുവിൻ്റെ അമ്മയുടെ കരച്ചിൽ ഇന്നലെ മുതലേ കേരളത്തിൻ്റെ അമ്മമാരുടെ ഹൃദയങ്ങളിൽ കേൾക്കുന്നുണ്ട്. അവരുടെ കാതുകളിൽ എത്തുന്നത് വലിയ രോദനമാണ്, വലിയ സങ്കടമാണ് അമ്മയുടെ. ഇന്നിപ്പോൾ മകൻ്റെയും മകളുടെയും ന്യൂറോ സർജറി ഓപ്പറേഷന് പോയ മകളുടെയും നവമിയുടെയും അതുപോലെ തന്നെ മകൻ നവനീതിൻ്റെയും കണ്ണുനീർക്ക് ഉത്തരം ആരാണ് പറയുക? 4-5 ലക്ഷം രൂപ കൊടുത്തത് കൊണ്ടോ ഇനി അവർക്കാർക്കെല്ലാം ജോലി കൊടുത്തത് കൊണ്ടോ ഒന്നും തീരുന്നതല്ല. അപ്പോൾ വീണ ജോർജിൽ ഫിക്സ് ചെയ്യാൻ വരട്ടെ. വീണ ജോർജ് മന്ത്രി എന്നുള്ള നിലയിൽ, ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ അവർക്ക് പ്രാഥമിക ഉത്തരവാദിത്വമുണ്ടെന്ന് പറയുമ്പോൾ അതുപോലെ ഉത്തരവാദിത്വമുണ്ട് ആർപ്പൂക്കര ഗ്രാമപഞ്ചായത്തിലിരിക്കുന്ന ഗ്രാമപഞ്ചായത്തിലെ ഭാരവാഹികൾ. അവരും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ അവരിപ്പം ന്യായം പറയാൻ പോകുന്നത് ഞങ്ങളുടെ പഞ്ചായത്തിലാണെങ്കിലും മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ കീഴിലുള്ളതല്ല, അത് കളക്ടറുടെയും ഗവൺമെൻറ്റിൻ്റെയൊക്കെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണെന്ന് പറയും. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിൽ ഗ്രാമപഞ്ചായത്തിനും വാർഡ് മെമ്പർക്കുമെല്ലാം എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നോ? അങ്ങനെ നമ്മളൊരു വിഷയമുണ്ടാകുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ ക്രൂശിക്കുവാനോ കൊല്ലുവാനോ ആ വ്യക്തിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറഞ്ഞ് നമ്മൾ ഫിക്സ് ചെയ്യാൻ നടക്കുമ്പോൾ ഇതുകൂടി നമ്മൾ ചർച്ച ചെയ്യണം. എവിടെയായിരുന്നു വാസവൻ മന്ത്രി? വാസവൻ മന്ത്രി സ്ഥലം MLA കൂടെയാണ്. MLA ഫണ്ടിൽ നിന്ന് പൈസ എടുക്കാം. മറ്റ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് അദ്ദേഹത്തിന് കൂടുതൽ പൈസ കൊണ്ടുപോകാൻ പറ്റും. തീർച്ചയായിട്ടും വാസവൻ മന്ത്രിയുടെ റോള് കൂടി കൃത്യമായി ചർച്ച ചെയ്യപ്പെടണം. എല്ലാവരും കൂടി ഒറ്റ വീണ ജോർജിലേക്ക് കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ വരട്ടെ. എവിടെയാണിത് സംഭവിച്ചത്? ഞാൻ പറഞ്ഞതുപോലെ ഒരമ്മയുടെ, അല്ലെങ്കിൽ അവർ തിരിച്ചു പറയുമ്പോൾ ഒരു അമ്മൂമ്മയുടെ, ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ച് അവരുടെ അമ്മൂമ്മയുടെ, അതുപോലെ തന്നെ ആ 2 മക്കളുടെ കരച്ചിലിന് ഇനി ആരാണ് ഉത്തരം പറയുക? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഭവമുണ്ടായി, ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കാസർഗോഡ് ഒരു സംഭവമുണ്ടായി. അതിൻ്റെയും അലകൾ തീരുന്നതിന് മുമ്പ് കോട്ടയത്ത് ഇതാ എന്ന് പറയുമ്പോൾ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും 3 സംഭവങ്ങൾ, 2 മെഡിക്കൽ കോളേജിലും 1 ജില്ലാ ആശുപത്രിയിലുമാണെങ്കിൽ 3 സംഭവങ്ങളിലൂടെ വർഷങ്ങളായി നാം പടുത്തുയർത്തിയ ജനകീയാരോഗ്യമെന്നും ആരോഗ്യം ലോകത്തിന് മാതൃക എന്നൊക്കെ പറയുന്ന മാതൃക പപ്പടം പോലെ പൊടിഞ്ഞു പോയി, ചീട്ട് കൊട്ടാരം പോലെ തകർന്നടിയുന്ന രംഗമാണ് കാണുന്നത്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. കടൽ തീരത്ത് നമ്മൾ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ
മുതിർന്നവരൊക്കെ സൊറ പറഞ്ഞും ചൊല്ലിയുമൊക്കെ ഇരിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ മണൽ കൊണ്ട് വീടുണ്ടാക്കും. മനോഹരമായ വീടുണ്ടാക്കുമ്പോൾ അവസാനം അച്ഛനും അമ്മയും പോയി ഫോട്ടോ എടുത്ത് കഴിയുന്ന സെക്കൻഡുകൾക്കുള്ളിൽ ആ വീട് ഒന്നുകിൽ തിരയെടുത്ത് പോകും, അല്ലെങ്കിൽ നമ്മളത് പൊളിച്ചു കളഞ്ഞിട്ട് വരും, കാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് വരും. അതുപോലത്തെ ഒരു കൊട്ടാരമായിരുന്നോ, അതുപോലൊരു വീടായിരുന്നോ കേരളത്തിലെ ആരോഗ്യരംഗം എന്ന് എല്ലാവരും വിലയിരുത്തുക. ഇവിടെ വലിയ വലിയ ആളുകളുണ്ട്, സാധാരണ ജനങ്ങളുണ്ട്, ബ്യൂറോക്രാറ്റുകളുണ്ട്. എന്താണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കിയത് കൊണ്ട് മാത്രം പറ്റില്ല എന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നമ്മളോട് പറയുമ്പോൾ, ഇൻഫ്രാസ്ട്രക്ചർ താണ്ടും പ്രധാനമാണെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് നമ്മളോട് പറയുമ്പോൾ, ഡോക്ടറുടെ മനോഭാവം കൂടി പ്രധാനമാണെന്ന് കാസർഗോഡ് സംഭവം നമ്മളോട് പറയുമ്പോൾ, സമഗ്രമായി എന്താണ് പ്രധാനം, എന്താണ് പ്രയോറിറ്റി?